നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. പോട്ട് ഹർഷേ, ഇനി നീ അതൊന്നും മനസ്സിൽ വെക്കല്ലേ. പിന്നെ ഞാൻ കൂടെ നിന്നില്ലെങ്കിലും നിനക്ക് നിന്റെ ആരോഗ്യം തിരിച്ചു കിട്ടിയില്ലേ? അതിൽ പര സന്തോഷം വേറെ എന്താ? ഇനി ഈ ബന്ധം ഞാൻ മരണം വരെ കാത്തു സൂക്ഷിക്കും. അത് വേണോ ആന്റി? എനിക്ക് പഴയതുപോലെ ആവണമെങ്കിൽ ഇനിയും ആന്റിയുടെ സഹായവും സാമീപ്യവും വേണം. നമ്മൾ ഒരുമിച്ച് നിന്നാലേ നമുക്ക് രണ്ടുപേർക്കും ജീവിതത്തെ വിജയിക്കാനാവുന്ന എന്റെ വിശ്വാസം. അതെനിക്കറിയാം ഹർഷേ. ഇപ്പൊ തന്നെ നിന്റെ അടുത്തോട്ട് വന്നതുകൊണ്ടല്ലേ അനുപമയെ മുട്ടുകുത്തിക്കാനുള്ള ധൈര്യം എനിക്ക് കിട്ടിയത്. അവളെ ഞാൻ ഇന്നലെ തന്നെ കളത്തിലിറക്കി. നാമനിർദ്ദേശ പത്രിക കൊടുക്കുന്നത് 3-ാം തീയതിയാണെന്നാ തോന്നുന്നേ. ഇന്നു മുതൽ പ്രചാരണവും ആരംഭിക്കും. 3-ാം തീയതിക്ക് ഇനി 6 ദിവസം ബാക്കിയുണ്ട്. മതി. അത്രയും ദിവസത്തിനുള്ളിൽ അനുപമ പാർട്ടി സ്ഥാനാർത്ഥിയാണെന്ന് വോട്ടർമാരും നാട്ടുകാരും അറിയും. അവളും മനസ്സുകൊണ്ട് ഒരു സ്ഥാനാർത്ഥിയായി മാറും. പിന്നെ വിജയം അത് മാത്രമായിരിക്കും അവളുടെ ലക്ഷ്യം. ജയിച്ച് വനിതാ പഞ്ചായത്ത് പ്രസിഡന്റായി തലയുയർത്തി നടക്കുന്നത് മാത്രമായിരിക്കും അവളുടെ സ്വപ്നം. അല്ല, അവസാനം അവളത് നേടുന്നത് നമ്മൾ കാണേണ്ടി വരുമോ ഹർഷേ? വെറുതെ ഉറങ്ങിക്കിടക്കുന്നവളെ വിളിച്ചുണർത്തി നമ്മൾ തന്നെ കിരീടം വെച്ചു കൊടുത്തതുപോലെ ആവുമോ? ഹർഷ ഇടപെട്ട ഒരു കാര്യവും അങ്ങനെ പാളിപ്പോവില്ല ആന്റി. ജീവൻ കൊടുത്തും അവളെ തകർക്കാൻ ആന്റിയും തയ്യാറാണെന്നല്ലേ പറഞ്ഞത്? അത് പിന്നെ പിന്നെ അവള് ജയിച്ച ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ലല്ലോ എന്നാ ഞാൻ വിചാരിച്ചത്. അല്ല, അവക്ക് വേണ്ടി ഞാൻ മരിക്കേണ്ട കാര്യമില്ലല്ലോ ഹർഷേ. സൂക്ഷിച്ചു മരിക്കരുത്. പക്ഷേ മരണത്തെ മുഖാമുഖം കാണുന്നൊരവസ്ഥ ആന്റി അവിടെ ഉണ്ടാക്കണം. അത് വേണം. അത് അനുപമ അറിഞ്ഞോ അറിയാതെയോ ചെയ്തതാണെന്ന് വരുത്തി തീർക്കുകയും വേണം. അതിനൊടുവിൽ അവള് നോമിനേഷൻ കൊടുക്കാൻ പോകുന്നതിന്റെ തലേ ദിവസം വേണ്ടി വന്ന ആന്റി ഒരു കടുങ്കൈ ചെയ്യേണ്ടി വരും. എന്ത് കടുങ്കൈ? അനുപമ ആന്റിക്ക് വിഷം തന്നുവെന്ന് വരുത്തി തീർക്കണം. ആന്റി വിഷം ഉള്ളിൽ ചെന്ന് ഹോസ്പിറ്റലിലാവണം. അപ്പോ ഞാൻ വിഷം കഴിക്കണമെന്നാണോ ഹർഷ പറയുന്നേ? അതെ. പരിശോധനയിൽ ആഹാരത്തിൽ വിഷം കലർന്നിരുന്നുവെന്ന് തെളിയണം. അത് വേണോ? ഞാൻ വിഷം കഴിച്ച് മരിച്ചുപോയാലോ ഹർഷേ? ആന്റി മരിക്കാനൊന്നും പോകുന്നില്ല.